പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോസ്റ്റൽ മാനുവൽ വോളിയം 6 പാർട്ട് 3 ആണ്. അതിൻ്റെ ചാപ്റ്റർ 1 and 2 ആണുള്ളത് PA സിലബസിൽ. അത് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ക്ലറിക്കൽ തലത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരു പോർഷനാണ്. ഈ കാര്യങ്ങൾ നമ്മളൊരു കഥ കേൾക്കുന്ന പോലെ കേട്ടിരിക്കുക. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ കേട്ടിട്ട് നാളെ പോയി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്യലല്ല. ഇത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കഥ കേൾക്കുന്ന പോലെ, അതായത് ഇത് കണ്ടും കേട്ട് പരിചയമില്ലാത്തവർക്ക് ഇത് ഒരു കഥ കേൾക്കുന്ന പോലെ കേൾക്കുക, അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു കഥയിലെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചോദിക്കുമ്പോൾ എങ്ങനെ റീകളക്ട് ചെയ്യുന്നു അതുപോലെ റീകളക്ട് ചെയ്യുക, എക്സാമിന് അപ്ലൈ ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ പോയിന്റ് പറയുന്നത് നോക്കെ, സൂപ്പർവിഷൻ ഓഫ് സബോർഡിനേറ്റ് ഓഫീസസ് ബൈ പോസ്റ്റ് മാസ്റ്റർ. അതായത് സബോർഡിനേറ്റ് ഓഫീസുകളുടെ സൂപ്പർവിഷൻ ബൈ പോസ്റ്റ് മാസ്റ്റർ. പോസ്റ്റ് മാസ്റ്റർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹെഡ് പോസ്റ്റ് മാസ്റ്ററെയാണ്. കാരണം താഴെ പറയുന്നത് HOയുടെ അണ്ടറിൽ നിന്നാണ്, അണ്ടർ ദ HO. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പോസ്റ്റ് മാസ്റ്റർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് HOയിലെ പോസ്റ്റ് മാസ്റ്ററാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 1, 2, 3 8 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ ഒരു കണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണ്. ഒന്നാമത്തത് സൂപ്പർവിഷന്റെ കാര്യം പറയുകയാണ് ഹെഡ് പോസ്റ്റ് മാസ്റ്ററുടെ. ഇൻ അഡീഷൻ ടു ദ ചെക്കിംഗ് ഓഫ് കറക്റ്റ്നെസ് ഓഫ് എ അക്കൗണ്ട്സ് ഓഫ് സബോർഡിനേറ്റ് പോസ്റ്റ് ഓഫീസസ്, ദ പോസ്റ്റ് മാസ്റ്റർ ഷുഡ് ascertain whether the subordinate post masters under the HO understand and perform their duties in an efficient manner. അതായത് ചെക്കിംഗ് ദ കറക്റ്റ്നെസ് അക്കൗണ്ട്സ് ഓഫ് സബോർഡിനേറ്റ് പോസ്റ്റ് ഓഫീസുകളുടെ അക്കൗണ്ടുകളുടെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ പോസ്റ്റ് മാസ്റ്റർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെദർ ദ സബോർഡിനേറ്റ് പോസ്റ്റ് മാസ്റ്റേഴ്സ് അണ്ടർ ദ HO അണ്ടർസ്റ്റാൻഡ് ആൻഡ് പെർഫോം ദ ഡ്യൂട്ടീസ് ഇൻ എൻ എഫിഷ്യന്റ് മാനർ. അതായത് സബോർഡിനേറ്റ് പോസ്റ്റ് മാസ്റ്റേഴ്സ്, അതായത് HO ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സബ് ഓഫീസോ, ചില കേസിൽ BO, അവിടെയൊക്കെയുള്ള പോസ്റ്റ് മാസ്റ്റേഴ്സ് അവരുടെ ഡ്യൂട്ടികൾ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടത്തുകയും ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പോസ്റ്റ് മാസ്റ്റർ. രണ്ടാമത്തെ പോയിന്റ്, ഇഫ് ദ പോസ്റ്റ് മാസ്റ്റർ ഡൗട്ട്സ് എനി SPM or BPM and sees any repeated irregularities, he or she will report the matter to the superintendent of concerned IP. അതായത് ഏതെങ്കിലും ഒരു SPM അല്ലെങ്കിൽ BPM, അതായത് HOയുടെ അണ്ടറിലിരിക്കുന്ന SOയുടെയോ അല്ലെങ്കിൽ BOയുടെയോ ചാർജുള്ള SPM അല്ലെങ്കിൽ BPM ഏതെങ്കിലും ഇറഗുലാരിറ്റീസ്, സ്ഥിരമായിട്ടുള്ള തെറ്റ് കുറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം പോസ്റ്റ് മാസ്റ്റർ ആരെ അറിയിക്കണം? ടു ദ സൂപ്രണ്ട് ഓർ കൺസേൺഡ് IP അറിയിക്കണം. സൂപ്രണ്ടിനെ അല്ലെങ്കിൽ കൺസേൺഡ് IP അറിയിക്കണം. അതായത് ഈ സൂപ്രണ്ട് IP എന്നൊക്കെ പറയുന്നത് സബ് ഓഫീസും ബ്രാഞ്ച് ഓഫീസും അണ്ടറിലുണ്ട് ഉണ്ടെങ്കിൽ, SPMന്റെ കേസിലാണിത് സൂപ്രണ്ടിന് പോകുന്നത്, BPMന്റെ കേസിലാകുമ്പോഴാണത് IPക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അവർ ഓറിട്ടൊരു പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യേണ്ട ആർക്ക് എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പോസ്റ്റ് മാസ്റ്റർ ഷുഡ് കോർഡിനേറ്റ് വിത്ത് ദ സൂപ്രണ്ട് ഇൻ അപ്ലൈയിങ് ടെസ്റ്റ് ടു ഡിറ്റക്ട് ഫ്രോഡ്, പ്രിവെന്റ് ഡിറ്റൻഷൻ ടു ആർട്ടിക്കിൾസ് ആൻഡ് ലൈക്ക്. അതായത് പോസ്റ്റ് മാസ്റ്റർ കോർഡിനേറ്റ് ചെയ്യണം വിത്ത് ദ സൂപ്രണ്ടുമായിട്ട് ചേർന്നിട്ട് അപ്ലൈയിങ് ടെസ്റ്റ് ടു ഡിറ്റക്ട് ഫ്രോഡ്, അതായത് എന്തെങ്കിലും ഫ്രോഡുകൾ നടക്കുന്നുണ്ടോ, പിന്നെ എന്തെങ്കിലും ആർട്ടിക്കിൾ വെച്ച് താമസിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ സൂപ്രണ്ടിന്റെ കൂടെ കോർഡിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 3 ഡ്യൂട്ടീസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചുകൊണ്ട് വായിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് സിമ്പിൾ കാര്യമാണ്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ പറഞ്ഞു പോകുന്നത്. അടുത്ത എക്സാമിനേഷൻ ഓഫ് BO ഡെയിലി അക്കൗണ്ട്സ് ആൻഡ് BO സമ്മറി ഇൻ SOs ബൈ ദ SPM. അതായത് നേരത്തെ ഇതുവരെ പറഞ്ഞത് HPM ഹെഡ് പോസ്റ്റ് മാസ്റ്ററുടെ, HOയുടെ തലവനായിട്ടുള്ള ഹെഡ് പോസ്റ്റ് മാസ്റ്ററുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് പറയാൻ പോകുന്നത് SPMന്റെ ആണ്, സബ് ഓഫീസിന്റെ തലവനായിട്ടുള്ള SPMന്റെ. അദ്ദേഹം ചെയ്യാനുള്ള എക്സാമിനേഷൻ ഓഫ് BO ഡെയിലി അക്കൗണ്ട്സ്, അതായത് BOയിൽ നിന്ന് SOയിലേക്ക് വരുന്ന BO ഡെയിലി അക്കൗണ്ട്സ്, BOക്കാർ ഇങ്ങോട്ട് അയക്കുന്നതാണ് BO ഡെയിലി അക്കൗണ്ട്, അവരുടെ വരവ് ചെലവ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്, അത് എക്സാമിൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ BO സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത് ഇൻ SOs. ആ BO സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത് SPM ആണ്, അത് SOയിലാണ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. BO സമ്മറി എന്ന് പറയുന്നത് ഈ SOയുടെ അണ്ടറിലുള്ള എല്ലാ BOകളുടെയും കണക്കുകൾ സൂക്ഷിക്കുന്ന ഒരു പുസ്തകമാണ്. അത്ര മനസ്സിലാക്കുക. അപ്പൊ ഈ BO ഇന്ന് SOയിലേക്ക് വരുന്ന ഡെയിലി അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യേണ്ടത് SPM ആണ്. പിന്നെ ഈ BO സമ്മറി
പ്രിപ്പയർ ചെയ്യേണ്ടതും SPM ആണ്. അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. The SPM will verify all the daily accounts and see that those have been correctly prepared and filled up and the closing balances entered in them in words and figures agree. അതായത് SPM ചെക്ക് ചെയ്യണം ആ എല്ലാ ഡെയിലി അക്കൗണ്ടുകളും. പിന്നെ നോക്കണം ദോസ് ഹാവിൻ കറക്റ്റ്ലി പ്രിപ്പയർഡ്, കറക്റ്റായിട്ടാണോ അതൊക്കെ തയ്യാറാക്കി ഇങ്ങോട്ട് വിട്ടിട്ടുള്ളതെന്ന്. ആൻഡ് ഫിൽഡപ്പ്, അതൊക്കെ കറക്റ്റായിട്ട് പൂരിപ്പിച്ചിട്ടുണ്ടോ. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസുകൾ, അതായത് വരവ് ചെലവ് കണക്കുകളൊക്കെ പക്കയായിട്ട് അതിനകത്ത് എൻട്രി ചെയ്ത് ടാലി ആക്കിയിട്ടുണ്ടെന്നൊക്കെ നോക്കണം. എൻറ്റേഡ് ഇൻ ദം ഫിഗേഴ്സ് ആൻഡ് വേർഡ്സിലും ഫിഗേഴ്സിലൊക്കെ അത് ആ ക്ലോസിംഗ് ബാലൻസുകൾ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഹി ഓർ ഷീ വിൽ സീ ദാറ്റ് ആൾ ദ ട്രാൻസാക്ഷൻ ഓഫ് ദ ഡെയിലി അക്കൗണ്ട്സ്. അതെങ്കിൽ ഹി ഓർ ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് SPMനെയാണ്. SPM വിൽ സീ ദാറ്റ്, SPM നോക്കും ആൾ ദ ട്രാൻസാക്ഷൻ ഓഫ് ദ ഡെയിലി അക്കൗണ്ട്സ്, അതായത് BO എന്ന് വന്ന ഡെയിലി അക്കൗണ്ട്സിന്റെ എല്ലാ ട്രാൻസാക്ഷൻസും ഐ മീൻ കറക്റ്റ്ലി കോപ്പി ചെയ്യേണ്ടത് BO സമ്മറി. അത് BO സമ്മറിയിൽ കറക്റ്റായിട്ട് കോപ്പി ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. പറഞ്ഞല്ലോ, ഒരു SO അണ്ടറിലുള്ള BOകളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്ന എഴുതി വെക്കുന്ന ഒരു പുസ്തകമാണ് BO സമ്മറി എന്ന് പറയുന്നത്. അത് ഈ SPM ഊഹിച്ചെഴുതുന്നതാണോ, ഇങ്ങനെ മനസ്സിൽ തോന്നുന്ന കഴിയൊക്കെയൊന്നും അല്ല. അവരുടെ ആ ഡെയിലി അക്കൗണ്ട്സിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സമ്മറി പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഈ BO സമ്മറിട്ട് കോപ്പി ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് SPM ആണ്. വെരിഫൈ ദ അഗ്രിഗേറ്റ് ടോട്ടൽ ഓഫ് ദ ബാലൻസസ് ഷോൺ അഗെയിൻസ്റ്റ് BOs ഇൻ ദ BO സമ്മറി. അഗ്രിഗേറ്റ് ടോട്ടലുകളൊക്കെ ആ BO സമ്മറിൽ ഓരോ ഇപ്പം അതിനകത്ത് പല BOs ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് അതിനകത്തുണ്ടോ ആ BO സമ്മറിക്കകത്ത്. അപ്പം അതിൻ്റെ അകത്ത് എല്ലാം വരുന്ന ഈ അഗ്രിഗേറ്റ് ടോട്ടലൊക്കെ കറക്റ്റ് ആണോ, അതിന്റെ ബാലൻസുകളൊക്കെ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യണം SPM. ദ SPM മസ്റ്റ് വെരിഫൈ ഈച്ച് ഐറ്റം ഓഫ് ദ പോസ്റ്റേജ് ഇൻ ട്രാൻസിറ്റ് ഫ്രം BO സമ്മറി വിത്ത് ദ പെൻസിൽ കോപ്പി ഓഫ് ദ BO സ്ലിപ്പ്. അതായത് SPM വെരിഫൈ ചെയ്യണം പോസ്റ്റേജ് ഇൻ ട്രാൻസിറ്റ്, അതായത് സ്റ്റാമ്പുകളൊക്കെ അയച്ചു കൊടുക്കുന്ന സമയങ്ങളിൽ. അതുപോലെ പോസ്റ്റേജ് ഇൻ ട്രാൻസിറ്റ്, അതാണ് പോസ്റ്റേജ് ഇൻ ട്രാൻസിറ്റ് ഈ BOകളിലേക്ക്. അപ്പൊ അതൊക്കെ ഈ BO സമ്മറിയും BO സ്ലിപ്പും വെച്ച് ചെക്ക് ചെയ്യണം. BO സമ്മറി എന്ന് പറയുന്നത് ഇപ്പൊ അണ്ടറിലുള്ള BOയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്ന പുസ്തകമാണ് BO സമ്മറി. അപ്പൊ ഈ ഒരു പോസ്റ്റേജ് അയക്കുന്ന കാര്യം ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടാവും BO സമ്മറിയിൽ. അതും BO സ്ലിപ്പും വെച്ചിട്ട് ചെക്ക് ചെയ്യണം. വെരിഫൈ ഈച്ച് ഐറ്റം ഓഫ് പോസ്റ്റേജ് ഇൻ ട്രാൻസിറ്റ്. BO സ്ലിപ്പ് എന്ന് പറയുന്നത് SOന്ന് BOയിലോട്ട് അയക്കുന്നതാണ്. SPM വിൽ സൈൻ ദ BO ഡെയിലി അക്കൗണ്ട്സ് ഈച്ച് ഡേ. ഓരോ ദിവസമുള്ള BO ഡെയിലി അക്കൗണ്ടുകൾ SPM സൈൻ ചെയ്യണം. BO ഡെയിലി അക്കൗണ്ട് എന്ന് പറയുന്നത് BOയിൽ നിന്ന് SOയിലേക്ക് വരുന്നത്. SO ഡെയിലി അക്കൗണ്ട് എന്ന് പറയുന്നത് SOയിൽ നിന്ന് HOയിലേക്ക് പോകുന്നത്. സോഡ SO ഡെയിലി അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഷീ ഡ്രിങ്ക് സോഡ എന്ന് ഓർക്കുക. ഷീ എന്നുള്ളത് SH അല്ലേ, ഷീ. അപ്പൊ S സബ് ഓഫീസ് ടു ഹെഡ് ഓഫീസ്, സബ് ഓഫീസിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് പോകുന്നതാണ് സോഡ SO ഡെയിലി അക്കൗണ്ട്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക, തിരിഞ്ഞു പോരുത്. ഞാൻ പറഞ്ഞല്ലോ, SO സ്ലിപ്പ്, BO സ്ലിപ്പ്, ബോഡ, സോഡ. BO ഡെയിലി അക്കൗണ്ട് ഉണ്ട്, SO ഡെയിലി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ BO ബോഡ, BO ഇന്ന് അതിന്റെ അക്കൗണ്ട് ഓഫീസിലേക്ക് പോകുന്നതായിട്ടുള്ള, ഇവിടെ സബ് ഓഫീസിലോട്ട് പോകുന്നതായിട്ടുള്ള ആ ഒരു ഡെയിലി അക്കൗണ്ട്സ് ഓരോ ദിവസവും SPM സൈൻ ചെയ്യണം. പിന്നെ ഇഫ് ദ SPM ഫൈൻസ് എനി സസ്പീഷ്യസ് ആൾട്രേഷൻസ് ആൻഡ് ഇറേഷേഴ്സ്, അതായത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ഉള്ള കാര്യങ്ങളോ മായ്ക്കലുകളോ വെട്ടിത്തിരുത്തുകളോ കണ്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഇൻക്വയറി മാറ്റർ, അന്വേഷണം നടത്തണം. അടുത്തത് റിലേഷൻസ് ഓഫ് സബ് ആൻഡ് ബ്രാഞ്ച് ഓഫീസേഴ്സ് ടു ദെയർ അക്കൗണ്ട് ഓഫീസേഴ്സ്. ഈ ഒരു പോയിന്റ് പറയുന്നതിന് മുന്നോടിയായിട്ടാണ് ഞാൻ ആ സോഡ, ബോഡ, SO സ്ലിപ്പ്, BO സ്ലിപ്പ് എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ ഈ കാര്യം പറയുമ്പോഴത്തെ കുറച്ച് ക്ലാരിറ്റി ആവും. Sub and branch officers exchange the account bags and BO bags on each working day with their account officers respectively. അതായത് സബ് ഓഫീസുകൾ, SOകൾ ആൻഡ് ബ്രാഞ്ച് ഓഫീസുകൾ എക്സ്ചേഞ്ച് ദ അക്കൗണ്ട് ബാഗ്സ് ആൻഡ് BO ബാഗ്സ് ഓൺ ഈച്ച് വർക്കിംഗ് ഡേ വിത്ത് ദർ അക്കൗണ്ട് ഓഫീസേഴ്സ് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്പെക്റ്റീവ്ലി സബ് ഓഫീസിന്റെ കേസിൽ അക്കൗണ്ട് ബാഗ്, സബ് ഓഫീസിന്റെ അക്കൗണ്ട് ബാഗ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? അത് HOയിലേക്കായിരിക്കും പോകുന്നത്. BOയുടെ കേസിൽ BO ബാഗ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? അതിന്റെ അക്കൗണ്ട് ഓഫീസിലോട്ടായിരിക്കും പോകുന്നത്. അത് ചിലപ്പം SO ആയിരിക്കാം, ചിലപ്പോൾ അത് ഡയറക്റ്റ് HO തന്നെ ആയിരിക്കാം. അപ്പൊ ആ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സബ് ഓഫീസിന്റെ കേസിൽ അതിന്റെ അക്കൗണ്ട് ബാഗ്സ് പോകുന്നത് അതിന്റെ മുകളിലുള്ള അതിന്റെ അക്കൗണ്ട് ഓഫീസായിട്ടുള്ള HOയിലേക്ക്. BOയുടെ കേസിൽ BO ബാഗ്സ് പോകുന്നത് അതിന്റെ അക്കൗണ്ട് ഓഫീസായിട്ടുള്ള സബ് ഓഫീസോ അല്ലെങ്കിൽ HO. The transaction of the SOs are included in the SO summary and the transaction of the BO are included in the BO summary. നമ്മൾ BO സമ്മറിയുടെ കാര്യം പറഞ്ഞു. ഒരു SOയുടെ അണ്ടറിലുള്ള എല്ലാ BOയുടെ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്നതാണ് BO സമ്മറി. അതുപോലെ SOയുടെ ഉണ്ട്, SO സമ്മറി ഉണ്ട്. അതെവിടെ ആയിരിക്കും എഴുതി വെക്കുക?
എവിടെ ആയിരിക്കും എഴുതി വെക്കുന്നത്? എച്ച് ഒയിലായിരിക്കും. കാരണം എച്ച് ഒ അണ്ടറിലുള്ള എല്ലാ എസ് ഒകളുടെ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്നതാണ് എസ് ഒ സമ്മറി. അതുകൊണ്ട് അത് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് എച്ച് ഒയിലായിരിക്കും. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ട്രാൻസാക്ഷൻ ഓഫ് ദ എസ് ഒസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ എസ് ഒ സമ്മറി ആൻഡ് ദ ട്രാൻസാക്ഷൻ ഓഫ് ദ ബി ഒസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ബി ഒ സമ്മറി. ദീസ് എൻട്രീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ എച്ച് ഒ ക്യാഷ് ബുക്ക്. ഈ എൻട്രീസുകളെല്ലാം എച്ച് ഒയുടെ ക്യാഷ് ബുക്കിലും വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എച്ച് ഒയിൽ ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന എച്ച് ഒ ക്യാഷ് ബുക്കിലും ഈ ഒരു എൻട്രീസ് ഉൾപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് പേടിക്കേണ്ട. കാരണം ഇത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഈ പറഞ്ഞ ഓരോന്നും, ഈ എസ് ഒ സ്ലിപ്പ് എന്നൊക്കെ പറയുന്നതൊക്കെ. അതുകൊണ്ട് പേടിക്കേണ്ട. അടുത്തത് വൗച്ചേഴ്സ് അക്കൗണ്ട് ഓഫീസിൽ എത്തുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ഓരോന്നും അവരിപ്പോൾ ബി ആയിക്കോട്ടെ എസ് ഒ ആയിക്കോട്ടെ അതിൻ്റെ അക്കൗണ്ട് ഓഫീസിലേക്ക് അക്കൗണ്ട് അയക്കുന്നുണ്ടല്ലോ. എസ് ഒ ഡെയിലി അക്കൗണ്ട് അയക്കുന്നുണ്ട് സബ് ഓഫീസ്. ബി ഒയുടെ കേസിൽ ബി ഒ ഡെയിലി അക്കൗണ്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡെയിലി അക്കൗണ്ട്സുകൾ അതാത് അക്കൗണ്ട് ഓഫീസുകളിൽ ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് ഓരോ എൻട്രീസ് ഉണ്ടാവും. ആ എൻട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന വൗച്ചേഴ്സും അതിൻ്റെ കൂടെ ഉണ്ടാവണം. അതിൻ്റെ ഷോർട്ടേജ് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും എൻട്രി, ഇപ്പോൾ ഏതെങ്കിലും ഒരു പെയ്ഡായി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വൗച്ചർ അത് കണ്ടില്ല, അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. വൗച്ചേഴ്സ് മിസ്സിംഗ് ആയിട്ടുള്ള കേസിൽ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2-3 മണി ഓർഡർ പെയ്ഡായ കാര്യം അക്കൗണ്ടിൽ കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ 1-2 വൗച്ചർ കാണുന്നില്ല ഇങ്ങ് വന്നപ്പോഴത്തേക്കും, ബാഗ് കെട്ടി ഇങ്ങ് വന്നപ്പോഴത്തേക്കും, അക്കൗണ്ട് ഓഫീസ് വന്നപ്പോഴത്തേക്കും. അപ്പം അങ്ങനെയുള്ള കേസ്, വൗച്ചർ മിസ്സിംഗ് ആയ കേസ്. If the sub-account clerk of HO or SO finds any voucher short in support of any entry in the daily account from the SPM or BPM, then the concerned SPM or BPM, as the case may be, should be asked through BO or SO slip to send the concerned vouchers without delay. അതായത് സബ് അക്കൗണ്ട് ക്ലർക്ക് ഓഫ് HO or SO പുള്ളിയാണ് ഈ വൗച്ചറിന്റെ ഇൻസ്പെക്ഷൻ ഉള്ളത്. അത് നമുക്കൊരു ചോദ്യത്തിന്റെ രീതിയിൽ വരാവുന്നതാണ്. ആരാണത്? എസ് ആവട്ടെ അല്ലെങ്കിൽ എച്ച് ആവട്ടെ, ഇത് വൗച്ചേഴ്സിന്റെ ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നത് സബ് അക്കൗണ്ട് ക്ലർക്കാണ്. ഇങ്ങനെയുള്ള ഈ പല പല ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഈ സബ് അക്കൗണ്ട് ക്ലർക്കാണ്. അത് എസ് ഒയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ കാണാൻ പറ്റില്ല. ചിലപ്പോൾ അതെല്ലാം കൂടെ ഒരാൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. എച്ച് ഒയിലൊക്കെ ആകുമ്പോഴത്തേക്കും പക്കയായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സബ് അക്കൗണ്ട് ക്ലർക്കാണ് ഈ ഒരു മിസ്മാച്ച് അല്ലെങ്കിൽ ഫൈൻസ് എനി വൗച്ചർ ഷോർട്ട് എന്ന് കണ്ടെത്തുക. അപ്പം അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഫൈൻസ് എനി വൗച്ചർ ഷോർട്ട് ഓഫ് എനി എൻട്രി ഇൻ ദ ഡെയിലി അക്കൗണ്ട് ഫ്രം ദ SPM അല്ലെങ്കിൽ BPM, SPM എന്നായിക്കോട്ടെ അല്ലെങ്കിൽ BPM എന്നായിക്കോട്ടെ അയച്ച ഡെയിലി അക്കൗണ്ടിൽ വൗച്ചർ കണ്ടെത്തിയാൽ ദെൻ ദ കൺസേൺഡ് SPM ഓർ BPM ആസ് ദ കേസ് മേ ബി ഷുഡ് ബി ആസ്ക്ഡ് ത്രൂ SO ഓർ BO സ്ലിപ്പ്. അങ്ങനെയുള്ള പോസ്റ്റ് മാസ്റ്ററോട് ചോദിക്കും വൗച്ചർ. ഫോൺ വിളിച്ചാണോ ചോദിക്കുന്നത് അതോ മെസ്സേജ് അയക്കുകയാണോ? അല്ല, അത് കൺസേൺഡ് SO സ്ലിപ്പ് അല്ലെങ്കിൽ BO സ്ലിപ്പ് വഴിയാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സ്ലിപ്പ് വഴിയാണ് ഈ ഒരു മിസ്സിംഗ് വൗച്ചർ ചോദിക്കുന്നത്. വിത്തൗട്ട് എനി ഡിലേ അത് ഇങ്ങോട്ട് അയച്ചു തരാൻ ചോദിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ BO സ്ലിപ്പ് SO സ്ലിപ്പ് എന്ന് പറയുന്നത്, അതായത് വൗച്ചേഴ്സ് മിസ്സിംഗ് ആണെങ്കിൽ അത് എങ്ങനെയാണ് അവർ അറിയിക്കുന്നത് സ്ലിപ്പ് മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന കാര്യം. തൊട്ടടുത്ത അവിടുന്ന് അക്കൗണ്ട് ഓഫീസിൽ നിന്ന് അത് ആ ഓഫീസിലേക്ക്, തൻ്റെ താഴെയുള്ള സബോർഡിനേറ്റ് ഓഫീസിലേക്ക് പോകുന്ന ആ ഒരു SO സ്ലിപ്പോ BOയുടെ കേസാകുമ്പോൾ BO സ്ലിപ്പോ വഴി അവർ അറിയിക്കും. തൊട്ടടുത്ത BO സ്ലിപ്പ് തൊട്ടടുത്ത SO സ്ലിപ്പ് വഴി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബട്ട് ദ ഐറ്റം ഷുഡ് ബി അഡ്മിറ്റഡ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ HO ഓർ SO അക്കൗണ്ട് പെൻഡിങ് ദ റിസൾട്ട് ഫ്രം ദ സബോർഡിനേറ്റ് പോസ്റ്റ് ഓഫീസസ്. അപ്പോൾ അതൊന്നൊരു വൗച്ചർ മിസ്സായെങ്കിലും അങ്ങനെ ഒരു കാര്യം, ആ ഒരു എൻട്രി നമ്മൾ അഡ്മിറ്റ് ചെയ്യും. എവിടെ? ആ അക്കൗണ്ട് ഓഫീസിൽ അഡ്മിറ്റ് ചെയ്യും, ഒരു പെൻഡിങ് എന്ന രീതിയിൽ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് എ വൗച്ചർ ഈസ് വാണ്ടിങ്, the sub-account assistant should write a remark in the SO daily account against the particulars of missing document and sign and the postmaster will answer. അതായത് എന്തെങ്കിലും വൗച്ചർ വാണ്ടിങ് ആണെങ്കിൽ സബ് അക്കൗണ്ട് അസിസ്റ്റന്റ് റിമാർക്ക് എഴുതും. എവിടെ? SO daily അക്കൗണ്ട്. അത് സബ് ഓഫീസിന് കേസിലാകുമ്പോഴത്തേക്കും എഗെയിൻസ്റ്റ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്സിംഗ് ഡോക്യുമെന്റ്സ്, ആ മിസ്സിംഗ് ഡോക്യുമെന്റ് അതിന് നേരെ ആൻഡ് സൈൻ ഒപ്പിടും. ആൻഡ് ദ പോസ്റ്റ് മാസ്റ്റർ വിൽ അറ്റസ്റ്റ് സെയിം. അത് സെയിം സാധനം തന്നെ പോസ്റ്റ് മാസ്റ്റർ അറ്റസ്റ്റ് ചെയ്യും. ദിസ് ഇറഗുലാരിറ്റി ഷുഡ് ആൾസോ ബി നോട്ടഡ് ഇൻ ദ എറർ ബുക്ക്. അത് സാധനം എറർ ബുക്കിൽ ആ ഇറഗുലാരിറ്റി നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. അടുത്ത പോയിന്റ് പറഞ്ഞാൽ ഇഫ് ദ വൗച്ചർ ഈസ് നോട്ട് റിസീവ്ഡ് ഓർ സഫീഷ്യന്റ് എക്സ്പ്ലനേഷൻ, അതായത് SPMന്റെ കയ്യിൽ നിന്ന് BPMന്റെ കയ്യിൽ നിന്ന് ആ വൗച്ചർ നഷ്ടപ്പെട്ടതിന് ഒരു എക്സ്പ്ലനേഷൻ ഇതൊരു വന്നില്ലെങ്കിൽ, ആ വൗച്ചർക്ക് ഇതൊരു വന്നില്ല ചോദിച്ചിട്ടും, അങ്ങനെയുള്ള കേസാണ്. അങ്ങനെയുള്ള കേസിൽ ഇറ്റ് വിൽ ബി റിപ്പോർട്ടഡ് ടു ദ സൂപ്രണ്ട് ഓർ IP. അതായത് SOയുടെ കേസിലാണെങ്കിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ചെയ്യും.
ബിയുടെ കേസിലാകുമ്പോഴത്തേക്ക് IP ക്ക് റിപ്പോർട്ട് ചെയ്യും. റിഗാർഡിംഗ് ദിസ്, നോട്ട് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ റിമാർക്സ് കോളം ഓഫ് SO or BO summary against the name of the BO or SO from which the voucher has not been received. എന്നിട്ടും പോരാഞ്ഞ് ഇത് SO സമ്മറി ആണെങ്കിൽ BO സമ്മറി, ബിയുടെ കേസിലാകുമ്പോഴത്തേക്കും BO സമ്മറി, SOയുടെ കേസ് ആകുമ്പോഴത്തേക്ക് SO സമ്മറി, അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള ആ ഒരു SOയുടെ ആയിട്ടുള്ള കോളത്തിൽ ഈ ഒരു റിമാർക്ക് എഴുതി വെച്ചിരിക്കുകയാണ് വൗച്ചർ മിസ്സിംഗ് ആയിട്ടുള്ളത്. വൗച്ചർ വിച്ച് ഹാസ് ബീൻ റിസീവ്ഡ് ആൻഡ് ഷുഡ് ബി കോപ്പിഡ് ഡേ ബൈ ഡേ, അത് എന്ന് കിട്ടുന്ന അതുവരെ അത് ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത പോയിന്റ് പറയുന്നത്, ഇഫ് എനി ഐറ്റം കുഡ് നോട്ട് ബി ക്ലാസിഫൈഡ് ആസ് പെർ ദ ഇൻഫർമേഷൻ ഫർണിഷ്ഡ്, ദ എമൗണ്ട് ഷുഡ് ബി ചാർജ്ഡ് ഇൻ UCR ഓർ UCP ആസ് പെർ ദ ക്രെഡിറ്റ് ഡെബിറ്റ്. അതായത് എന്തെങ്കിലും വൗച്ചറുകൾ ഇതുപോലെ വ്യത്യാസം വരുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് ഈ വൗച്ചറുകളെ സംബന്ധിച്ചിട്ടുള്ള, അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എമൗണ്ട് ഒക്കെ ഒരു UCR അല്ലെങ്കിൽ UCR എന്ന് പറഞ്ഞാൽ അൺക്ലാസിഫൈഡ് റെസിപ്റ്റ്സും UCP എന്ന് പറഞ്ഞാൽ അൺക്ലാസിഫൈഡ് പേയ്മെന്റ്സും ആണ്. അപ്പോൾ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തി പോകുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ റെസിപ്റ്റുകളെ സംബന്ധിച്ച്, വൗച്ചറുകളെ സംബന്ധിച്ച് എന്തെങ്കിലും മിസ്മാച്ചുകൾ അല്ലെങ്കിൽ അത് കിട്ടാതെ വരുന്നു അങ്ങനെയുള്ള കേസുകൾ നമ്മൾക്ക് ചെയ്യാവുന്നൊരു പോം വഴി എന്ന് പറയുന്നത്, അതായത് അക്കൗണ്ട് ഓഫീസിന് ചെയ്യാവുന്നൊരു പോം വഴി എന്ന് പറയുന്നത്, അതായത് UCR അല്ലെങ്കിൽ UCP എന്ന ഹെഡിൻ്റെ അണ്ടറിൽ പെടുത്തുക എന്നുള്ളതാണ്. UCR എന്ന് പറഞ്ഞാൽ അൺക്ലാസിഫൈഡ് റെസിപ്റ്റ്സ്, UCP എന്ന് അൺക്ലാസിഫൈഡ് പേയ്മെന്റ്സ്. ഇനിയിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പിടികിട്ടിയില്ലെങ്കിലും ഇതൊരു അക്കൗണ്ടിങ് എൻട്രികളാണ്, അക്കൗണ്ടിങ്ങിന്റെ ടെക്നിക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലെങ്കിലും ഈ വൗച്ചറിന്റെ മിസ്മാച്ച് വരുന്ന കേസിൽ ഉള്ളൊരു 2 ഓപ്ഷനായിട്ട് UCP, UCR എന്ന് ഓർത്ത് വയ്ക്കുക, അതിന്റെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക. അടുത്ത ഇൻഅഡ്മിസിബിൾ വൗച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വൗച്ചേഴ്സ് എന്നുള്ള അർത്ഥം. ഇഫ് എനി ഡോക്യുമെന്റ് അറ്റാച്ച് ടു ദ BO or SO ഡെയിലി അക്കൗണ്ട് ഈസ് ഇൻഅഡ്മിസിബിൾ on account of any irregularity for its preparation or for not duly signed, അതായത് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ വരുത്തിയ ഡോക്യുമെന്റുകൾ, പിന്നെ അല്ലെങ്കിൽ സൈൻ ചെയ്യാത്ത വേണ്ടടുത്ത സൈൻ ചെയ്യാത്ത ഡോക്യുമെന്റുകൾ, ഇതൊക്കെ BO അല്ലെങ്കിൽ SO ഡെയിലി അക്കൗണ്ടിന്റെ കൂടെ വരും. അപ്പം അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ ഇൻഅഡ്മിസിബിൾ വൗച്ചേഴ്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ BO ഡെയിലി അക്കൗണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ SO ഡെയിലി അക്കൗണ്ടിന്റെ കൂടെയോ, അപ്പോൾ എന്ത് ചെയ്യും, ഈ റിവേഴ്സ്ഡ് ഡോക്യുമെന്റ് ഷുഡ് ബി കാൾഡ് ഫോർ, ഒരു പുതിയ കുറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു ഡോക്യുമെന്റ് വേണമെങ്കിൽ ചോദിക്കും. ഓർ ഡോക്യുമെന്റ് ഷുഡ് ബി സെൻഡ് ഇൻ ദ നെക്സ്റ്റ് ഡേയ്സ് BO or SO സ്ലിപ്പ് ഡൂലി എൻറ്റേർഡ് ഫോർ റെക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തിലെ BO സ്ലിപ്പിലോ അല്ലെങ്കിൽ SO സ്ലിപ്പിലോ എൻ്റെ കൂടെ ഇത് അയക്കും, ഇത് തിരുത്തിയിട്ട് കിട്ടാനായിട്ട്. അടുത്ത പോയിന്റ് പറയുന്ന നേരത്തെ പറഞ്ഞ പോലുള്ളതാണ്. ബട്ട് ദ ഐറ്റം ഷുഡ് ബി അഡ്മിറ്റഡ് ആൻഡ് ഇൻക്ലൂഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ദ അക്കൗണ്ട് ഓഫീസ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് ആ ഒരു കാര്യം, ആ ഒരു ഐറ്റം റിവേഴ്സ്ഡ് ചെയ്യാൻ കൊടുത്ത ഒരു ഐറ്റം ആ അക്കൗണ്ട് ഉൾപ്പെടുത്തും അക്കൗണ്ട് ഓഫീസിൽ, പക്ഷേ റിസൾട്ട് പെൻഡിങ് ആയിരിക്കും. ഇഫ് ദ റിവേഴ്സ്ഡ് വൗച്ചർ ഈസ് നോട്ട് റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ കാൾ, ദ മാറ്റർ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ സൂപ്രണ്ട് ഓർ IP. അതായത് ഈ ഒരു വൗച്ചർ ചോദിച്ചു പക്ഷേ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും സൂപ്രണ്ട്, സൂപ്രണ്ട്, അല്ലാതെ BOയുടെ ആകുമ്പോഴത്തേക്കും IP. അടുത്ത അൺനെസസറി റെമിറ്റൻസസ് ഓഫ് ക്യാഷ് ടു ബി അവോയ്ഡഡ്, അതായത് അൺനെസസറി ആയിട്ടുള്ള ഈ ക്യാഷിന്റെ വരുത്തിക്കല് കൊടുക്കല് ഇതൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നു. ആൾ ദ പേയ്മെന്റ്സ് ലൈക്ക് SP വിഡ്രോവൽസ്, അതായത് SP വിഡ്രോവലുകൾ, MO പേയ്മെന്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൗണ്ടറിൽ നിന്ന് കിട്ടുന്ന ഷുഡ് ബി മെറ്റ് ഔട്ട് ഓഫ് കൗണ്ടർ കളക്ഷൻസ് ആൻഡ് അൺനെസസറി, അതായത് കൗണ്ടറിൽ നിന്നുള്ള കളക്ഷൻ ചെയ്ത് കിട്ടുന്ന പൈസ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ വിഡ്രോവലൊക്കെ കൊണ്ടുപോകണം. അത്യാവശ്യം ഒന്ന് ക്യാഷ് വരുത്തിക്കുക, അല്ലാതെ അൺനെസസറി ആയിട്ടുള്ള ഈ ക്യാഷ് വരുത്തിക്കലും കൊടുക്കലൊക്കെ അവോയ്ഡ് ചെയ്യുന്ന പറയുന്നൊരു പോയിന്റാണത്. ക്യാഷ് ഓഫീസ് എന്ന് പറയുന്നത്, ക്യാഷ് ഓഫീസ് ഇസ് എ സബ് ഓഫീസ്, അതൊരു സബ് ഓഫീസാണ്, SON ആണ് ക്യാഷ് ഓഫീസ് എന്ന് പറയുന്നത്. വിച്ച് സർവ്സ് എസ് എ ഡെപ്പോ ഫോർ ക്യാഷ് ഇൻ അഡീഷൻ ടു ഇറ്റ്സ് ഓർഡിനറി വർക്ക്. അതിന്റെ സാധാരണയുള്ള ഒരു വർക്കിങ്ങിന് കൂടെ അതൊരു ക്യാഷിന്റെ ഡെപ്പോ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആർക്ക്? ഇറ്റ് സപ്ലൈസ് ആൻഡ് റിസീവ്സ് ക്യാഷ് ഫ്രം അതർ സബ് ഓഫീസസ് വിച്ച് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് അണ്ടർ ദ ക്യാഷ് ഓഫീസ്. ആ ഒരു ക്യാഷ് ഓഫീസ് അണ്ടറിൽ അസൈൻ ചെയ്തിട്ടുള്ള സബ് ഓഫീസുകൾക്ക് ക്യാഷ് കൊടുക്കാനും അവിടെ അധികമായിട്ട് വരുന്ന ക്യാഷ് ഇങ്ങോട്ട് മേടിച്ച് വയ്ക്കാനും ഇത് ഫംഗ്ഷൻ ചെയ്യുന്നു. A sub-office intends directly cash from its sub-office up to the monthly limit fixed by the superintendent and remit surplus cash. അതായത് പറഞ്ഞില്ല, ക്യാഷ് ഓഫീസിന്റെ അണ്ടറിൽ സബ് ഓഫീസുകളുണ്ട്. ആ സബ് ഓഫീസുകൾക്ക് ക്യാഷ് ഓഫീസിൽ നിന്ന് പൈസ മേടിക്കാം. പക്ഷേ തോന്നുന്നതൊക്കെ മേടിച്ച് കൂട്ടാക്കത്തില്ല, അതിനൊരു മന്ത്ലി ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഫിക്സ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്രണ്ടാണ് ഫിക്സ് ചെയ്യുന്നത്.
അപ്പോൾ അതനുസരിച്ച് ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഈ സബ് ഓഫീസുകൾക്ക് അതിൻ്റെ ക്യാഷ് ഓഫീസിൽ നിന്ന് ക്യാഷ് ഡിമാൻഡ് ചെയ്യാം. അതിൻ്റെ പിന്നെ റെമിറ്റ് സർപ്ലസ് ക്യാഷ് അവർക്ക് വരുന്ന അധികമായിട്ട് വരുന്ന സർപ്ലസ് ക്യാഷ് കൊണ്ട് അവിടെ അടയ്ക്കുകയും ചെയ്യാം. ആഫ്റ്റർ എക്സീഡിംഗ് ഓഫ് മന്ത്ലി ലിമിറ്റ് ദ അതോറിറ്റി ഓഫ് ദ HO is obtained for further drawing of the cash from the cash office. പറഞ്ഞല്ലോ മന്ത്ലി ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റും കഴിയണമെങ്കിൽ ദ അതോറിറ്റി ഓഫ് ദ HO is obtained. അതിൻ്റെ HOയുടെ ഒരു അതോറിറ്റി വേണം ആ ഒരു ഓഫീസിന് ഫോർ ഫർദർ ഡ്രോയിങ് പിന്നുള്ള ക്യാഷ് വിത്ഡ്രോവലിന് ഫ്രം ദാറ്റ് ക്യാഷ് ഓഫീസ്. The cash office should see that the prescribed monthly limit fixed for the SO is not exceeded by maintaining a record of the remittances. അതായത് ക്യാഷ് ഓഫീസിൽ ഇതിൻ്റെ റെക്കോർഡ് വേണം, അതായത് ട്രാക്ക് ചെയ്യണം എത്രയൊക്കെ പൈസ ഈ SO മേടിക്കുന്നുണ്ട്, അതിനുള്ള SOകൾ മേടിക്കുന്നുള്ള കാര്യത്തിലൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, അത് ട്രാക്ക് ചെയ്യണം. പിന്നെ സെപ്പറേറ്റ് എറർ ബുക്ക്, ഒരു എറർ ബുക്കിലാണത് ട്രാക്ക് ചെയ്യേണ്ടത്, അതിന്റെ റെക്കോർഡ് സൂക്ഷിക്കേണ്ടത്. വിച്ച് ഷുഡ് ബി ചെക്ക്ഡ് ബൈ ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഓൺ ഈച്ച് ഡേ. ഓരോ ദിവസവും അതിന്റെ ഹെഡ് ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ലാസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. ഈ ലിമിറ്റ് വരുന്ന ആരാണ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത്? സൂപ്രണ്ട്. പിന്നെ ഇത് സ്റ്റേറ്റ്മെന്റ് വൈസും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷനാണ്. താഴെ പറയുന്നതിലെ ക്യാഷ് ഓഫീസിന്റെ കാര്യത്തിൽ ശരി ചെയ്ത് എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. ആ രീതിയിലും ഒന്ന് വായിച്ചു വെക്കുക. അടുത്തൊരു പോയിന്റ് പറയുന്നത് ഓക്കെ, SO which can supply cash and receive surplus cash from other nearby SOs more convenient than HO and which is situated at a treasury station on having transaction with the bank is generally made as cash office by the sanction of the superintendent. സൂപ്രണ്ടിന്റെ സാക്ഷൻ പ്രകാരം ഇന്ന ഒരു സബ് ഓഫീസിനെ ക്യാഷ് ഓഫീസായിട്ട് മാറ്റും. എന്ത് നോക്കിയിട്ടാ? ആ ഒരു സബ് ഓഫീസിന് ചിലപ്പോൾ HOയെക്കാളും സൗകര്യപ്രദമായിട്ട് അതിന്റെ താഴെയുള്ള തൊട്ടടുത്തുള്ള SOകൾക്ക് ക്യാഷ് കൊടുക്കാനും മേടിക്കാനും ഉള്ള സൗകര്യം കാണും. അതൊരു ട്രഷറി സ്റ്റേഷൻ്റെ അടുത്തായിരിക്കും, ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത്. അതുകൊണ്ട് അതിന് ആ ഒരു സോഴ്സിനും പാടില്ല. HOയെക്കാളും സൗകര്യപ്രദമാണ് തൊട്ടടുത്തുള്ള SOകൾക്ക് അത് ക്യാഷ് അതിന് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഓഫീസിനെ സൂപ്രണ്ടിന്റെ അനുമതി പ്രകാരം ക്യാഷ് ഓഫീസായിട്ട് മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. HO may also order any SO under it which is not a cash office to receive and remit cash to other SO in account with HO or not. അതായത് HOയ്ക്ക് അതിന് താഴെയുള്ള ഒരു SOയെ അതൊരു ക്യാഷ് ഓഫീസ് ആവണമെന്നില്ല. അങ്ങനൊരു ഏതെങ്കിലും ഒരു SOയെ ഒരു ക്യാഷ് ഓഫീസായിട്ട് അലൈൻ ചെയ്യാം. തൊട്ടടുത്തുള്ള സബ് ഓഫീസിൽ നിന്ന് ഉള്ള പൈസ മേടിക്കാനോ കൊടുക്കാനോ അത് HOയ്ക്ക് ഓർഡർ ചെയ്ത് അങ്ങ് ഒരു SO അറേഞ്ച് ചെയ്യും. ബട്ട് ദ HO വിൽ റിപ്പോർട്ട് ദ ഫാക്ട് ടു ദ സൂപ്രണ്ട്. അതായത് പക്ഷേ HO അക്കാര്യം സൂപ്രണ്ടിന് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.